വിവാഹം മുടക്കുന്നവരുടെ ശല്യമകറ്റാൻ എന്തു ചെയ്യണം? വിവാഹം മുടക്കുക എന്ന് പറയുമ്പോൾ അതിന് രണ്ട് തരത്തിലുണ്ട്. ഒന്ന്, ഒരു നാട്ടിലൊരു പെൺകുട്ടിക്ക് ആലോചനയുമായി അല്ലെങ്കിൽ ഒരു പുരുഷന് ആലോചനയുമായി പരിചയമുള്ള ഒരാൾ അന്വേഷണം നടത്തുമ്പോൾ ആ അന്വേഷണത്തിൽ ഈ പറയപ്പെട്ട വധുവായി വരനായി ആലോചിക്കപ്പെടുന്ന വ്യക്തികൾ തീരെ മോശപ്പെട്ടവരാണ്, കുടുംബം ശരിയല്ല, സ്വഭാവപരമായി യാതൊരു വിധത്തിലും മറ്റേയാളുമായി ആലോചന നടത്തുന്ന ആളുമായി യോജിക്കില്ല, അതല്ലെങ്കിൽ ഇവിടെ ദീനില്ലാത്തവരാണ്, അവർ നല്ല ദീനുള്ളവരാണ്, അതല്ലെങ്കിൽ ഇവരുടെ കുടുംബ പശ്ചാത്തലം വളരെ മോശമാണ്, അവർ നല്ല കുടുംബക്കാരാണ്, അതുമല്ലെങ്കിൽ മറ്റെന്തെങ്കിലും മോശപ്പെട്ട രീതിയിലുള്ള സ്വഭാവ ഗുണഗണങ്ങളൊക്കെയും ഉള്ളവരാണ് എന്നൊക്കെ മനസ്സിലാക്കുന്ന ഒരു വ്യക്തി അയാളുടെ ആത്മബന്ധു അല്ലെങ്കിൽ ആത്മസുഹൃത്ത് ഇന്നാലിന്ന വ്യക്തിയെക്കുറിച്ച് എന്താണ് അഭിപ്രായം, മകൾക്ക് മകന് വിവാഹാലോചന നടത്താനാണ് എന്നൊരന്വേഷണം നടത്തുമ്പോൾ അവിടെ ആ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ഹക്കും ബാത്തിലും പരിധി വിടാത്ത വിധത്തിൽ കൂടുതൽ പരദൂഷണമോ അല്ലെങ്കിൽ ഏഷണിയോ ഒന്നും വരാത്ത വിധത്തിൽ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക എന്നത് അയാളുടെ ബാധ്യതയാണ്. മാത്രവുമല്ല, അത് നിർബന്ധവുമായിത്തീരും. കാരണം ആ ഒരു വിശ്വാസത്തിലാണല്ലോ അദ്ദേഹത്തിനോട് ചോദിക്കുന്നത്. അപ്പോൾ പലതും മറച്ചു വെച്ച് താൻ പറഞ്ഞാൽ ആ വിവാഹം മുടങ്ങിപ്പോകുമോ എന്ന് കരുതിയിട്ട് അതിനെ മറച്ചു വെച്ചാൽ അത് തൻ്റെ സുഹൃത്തിനോട് അല്ലെങ്കിൽ ബന്ധുവിനോട് തന്നെ വിശ്വസിച്ച് അഭിപ്രായം ആരാഞ്ഞ വ്യക്തിയോട് ചെയ്യുന്ന വിശ്വാസവഞ്ചനയാണ്. അപ്പോൾ അങ്ങനെ ചെയ്യാൻ പാടില്ല. അങ്ങനെ ചെയ്യുന്നത് മൂലം ആലോചിക്കപ്പെട്ട വ്യക്തിയുടെ വിവാഹാലോചന മുടങ്ങിപ്പോകുന്നു എന്നത് സത്യമാണ്. പക്ഷെ അദ്ദേഹത്തിന് ഒരു വിവാഹം മുടക്കി അല്ലെങ്കിൽ സാധാരണഗതിയിൽ വിവാഹത്തിനെ മുടക്കുന്ന വ്യക്തി എന്ന നിലയിൽ നമുക്ക് ഉൾക്കൊള്ളിച്ചുകൊണ്ട് പറയാൻ സാധിക്കില്ല. മറ്റൊന്നുണ്ട്. അപ്പോൾ ഇത് ശറഈപരമായിട്ട് ഈ ഒരു വിഷയം അങ്ങ് മാറ്റിവെക്കുക. അതിനെ നമുക്ക് വിവാഹം മുടക്കികളുടെ അല്ലെങ്കിൽ വിവാഹം മുടക്കുന്നവരുടെ കൂട്ടത്തിൽ പെടുത്താൻ സാധിക്കില്ല. മറ്റൊരു വിഷയം, നാട്ടിൽ സാധാരണഗതിയിൽ ഒരു മിഡിൽ ക്ലാസ് ഫാമിലി അല്ലെങ്കിൽ ഒരു പാവപ്പെട്ട ഫാമിലി നല്ല അച്ചടക്കത്തോടും ദീനിയോടും കൂടെയുള്ള കുടുംബത്തിൽ നിന്നും അവരുടെ കുടുംബത്തിൻ്റെ മാഹാത്മ്യവും അവരുടെ സ്വഭാവത്തിൻ്റെ വൈശിഷ്ട്യവും അതുപോലെ അച്ചടക്കവും ഒതുക്കവും ദീനും എല്ലാം കണ്ടുകൊണ്ട് വളരെ സാമ്പത്തികമായും കുടുംബപരമായും ഒക്കെ മെച്ചപ്പെട്ട നാട്ടിൽ അറിയപ്പെടുന്ന അല്ലെങ്കിൽ നല്ല വലിയ ഒരു കുടുംബത്തിൽ നിന്നും വിവാഹാലോചന അവർ നടത്താൻ ആഗ്രഹിക്കുമ്പോൾ അതിൽ അസൂയ പൂണ്ടിട്ട്, കാരണം ഇന്നലെ വരെ താഴെക്കിടയിൽ ജീവിച്ചിരുന്നവർ ആ വലിയ കുടുംബവുമായി ചേരുമ്പോൾ കുറച്ചുകൂടെ വലിയൊരു അഭിമാനത്തിലും അന്തസ്സിലും ജീവിത നിലവാരവുമൊക്കെ ഉയരുമല്ലോ എന്നുള്ള ആ ഒരു അസൂയയുടെ അകക്കാമ്പ് ഉള്ളിൽ കിടന്നുകൊണ്ട് ഒരു പക്ഷേ പ്രത്യക്ഷത്തിലല്ലെങ്കിലും പരോക്ഷമായിട്ട് ചില ന്യൂനതകളൊക്കെയും വെളിപ്പെടുത്തി കഴിഞ്ഞ കാലങ്ങളിലെങ്ങോ സംഭവിച്ച ചെറിയ ചെറിയ അപാകതകളോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങളൊക്കെയും പറഞ്ഞ് അതിനെ മുടക്കുക എന്നുള്ള സ്വഭാവം ഉള്ളവർ ഉണ്ട്. അത് ഒന്നിൽ മാത്രമല്ല, ഒരു പക്ഷേ നാട്ടിൽ ഒരുപാട് ചെറുപ്പക്കാർ എന്ന് പറയുമ്പോൾ അവരുടെ യുവത്വത്തിൻ്റെ ആ ഒരു പ്രസരിപ്പിൽ ധാരാളം തെറ്റുകൾ ചെയ്തവരുണ്ടാവും. അവരുടെ യുവത്വത്തിൻ്റെ ആ ഒരു ചുറുചുറുക്കിൽ അവർ കുറേയൊക്കെ കുരുത്തക്കേടുകളും
കുറേയൊക്കെ ചാട്ടവും ഓട്ടവും ഒക്കെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയവരുണ്ടാവും. ആ ഒരു പ്രായം കഴിഞ്ഞ് അവർ നന്നാകുമ്പോൾ അവരുടെ ഭൂതകാല വർത്തമാനങ്ങളൊക്കെയും എടുത്തിട്ട് അവർ അങ്ങനെയായിരുന്നു ഇങ്ങനെയായിരുന്നു എന്ന രീതിയിൽ പലരോടും പറയുകയും പറഞ്ഞു പരത്തുകയും വിശിഷ്യ ഈ വിവാഹാലോചനയുമായി ബന്ധപ്പെട്ട് വരുന്നവരോട് പറഞ്ഞ് അതൊന്നും ഇപ്പോഴും മാറിയിട്ടില്ല എന്ന അവസാനമായിട്ടുള്ള ഒരു വാചകം കൂടി ചേർത്ത് അതിനെ മുടക്കുക എന്ന ഉദ്ദേശത്തോടു കൂടെ മുടക്കുന്നവർ, അത് മഹാപാതകമാണ്, അത് തെറ്റാണ്. കാരണം ഒരാളുടെയും ഭൂതകാലം നോക്കി വർത്തമാനമോ ഭാവിയോ ഒന്നും തീരുമാനിക്കപ്പെടാനോ നിശ്ചയിച്ചുകൊണ്ട് അതിനെ നിർണയിക്കാനോ ഒരാളെയും അല്ലാഹു സുബ്ഹാനഹു വ തആലയോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോ ചുമതലപ്പെടുത്തിയിട്ടില്ല എന്നതാണ്. അപ്പോൾ ഇത്തരത്തിൽ ഇന്ന് ധാരാളം ആളുകൾ നാടിൻ്റെ പല പ്രദേശങ്ങളിലുമുണ്ട്. ഇടയ്ക്കൊരു ഫ്ലെക്സ് ബോർഡ്, അതിൻ്റെ ഒരു ഫോട്ടോ ഇങ്ങനെ ഒരു സുഹൃത്ത് അയച്ച് നാട്ടിൽ വിവാഹം മുടക്കുന്ന ചില ആളുകളെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ഇനി എങ്ങാനും അവരെങ്ങനെ ചെയ്യുന്നെങ്കിൽ വീടും നാടും കുടുംബവും നോക്കാതെ അവരെ വീട്ടിൽ കയറി അടിക്കും, ഉപദ്രവിക്കും എന്നൊക്കെ ഒരു തമാശപരമായി കുറേ പോസ്റ്റുകളൊക്കെ ഇങ്ങനെ കണ്ടിരുന്നു. അപ്പോൾ അതൊരു ഷർറാണ്, വലിയൊരു ഷർറാണ്. ആ ഷർറിൽ നിന്നും രക്ഷ നേടാൻ അതിന് ഏകമാർഗമേ ഉള്ളൂ. ആരാണോ വിവാഹത്തിന് വേണ്ടി ആലോചന നടത്തുന്നത്, ആ വരൻ അല്ലെങ്കിൽ ആ വധു, ആരാണോ വിവാഹ ആലോചന നടത്താൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്, ആ വരൻ അല്ലെങ്കിൽ ആ വധു, അവരെക്കുറിച്ച് ഇങ്ങനെ മുടക്കാനായി ആരൊക്കെയോ ശ്രമിക്കുന്നുണ്ട് എന്ന് മനസ്സിലായാൽ അവർ തന്നെയാണ് ചൊല്ലേണ്ടത്. അവർ ചൊല്ലേണ്ടത് എല്ലാ ദിവസവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ ഒരു ഫാത്തിഹ ഓതുക, നെഞ്ചിൽ ഊതുക. അതിനുശേഷം ഷാഹത്തിൽ വുജൂഹ് വഅനത്തിൽ വുജൂഹു ലിൽ ഹയ്യിൽ ഖയ്യൂം, ഷാഹത്തിൽ വുജൂഹ് വഅനത്തിൽ വുജൂഹു ലിൽ ഹയ്യിൽ ഖയ്യൂം എന്ന ദിക്ർ 11 പ്രാവശ്യം ചൊല്ലി നെഞ്ചിലേക്ക് ഊതുക. അതിനുശേഷം ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം എന്ന ദിക്റും 11 പ്രാവശ്യം ചൊല്ലി നെഞ്ചിലേക്ക് ഊതുക. ചെറുപ്പക്കാരാണെങ്കിൽ പുറത്തേക്ക് പോകുന്നതിൻ്റെ മുമ്പ് ഇത് ഓതി നെഞ്ചിലേക്ക് ഊതിയിട്ട് പോകലാണ് ഏറ്റവും നല്ലത്. അവരുടെ ഷർറുകളിൽ നിന്നും അല്ലാഹു തആല സംരക്ഷണം നൽകും. വിവാഹ തടസ്സങ്ങൾ ആര് സൃഷ്ടിക്കുന്നു അവരുടെ നാവുകൾ ചങ്ങലക്കിടപ്പെടും. വിവാഹം കഴിയുന്നതുവരെയും അതിനുശേഷവും അവരുടെ യാതൊരുവിധ ഷർറും ഏൽക്കാതെ സംരക്ഷിക്കപ്പെടുന്നതാണ് ഈ ഒരു രക്ഷാകവചം. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകട്ടെ.